നിങ്ങൾ ജീവിച്ചാലോ വാസ്തവത്തിൽ നിങ്ങൾക്കൊന്നും തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടേതെല്ലാം അവന്റേതാണ്. നിങ്ങളെ കണ്ണ് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങളെ കാത് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങളെ കൈ നിങ്ങളുടേതല്ല, നിങ്ങളെ കാല് നിങ്ങൾ നിർമ്മിച്ചതല്ല, നിങ്ങളെ മനസ്സും ശരീരവും തലച്ചോറും അതുപോലെ നിങ്ങളെ ഹാർട്ടും കിഡ്നിയും ഒന്നും നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അതെല്ലാം ആ യജമാനന്റേതാണ്. അവന്റെ ഉടമസ്ഥതയിലുള്ള അടിമകൾ മാത്രമാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടേതായി ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ അവൻ സൃഷ്ടിച്ച് പോറ്റി വളർത്തുമ്പോ വേണ്ട സംവിധാനവും ചെയ്തു തരുമ്പോ നിങ്ങളുടെ പ്രവർത്തികൾ എന്ത് നല്ലത് ചെയ്താലും നിങ്ങൾക്കൊന്നും തരാനുള്ള കടപ്പാടവനില്ല. നിങ്ങളെ അതാ എത്ര തന്നെ ശിക്ഷിക്കുന്നതിനും അവനത് ശിക്ഷിച്ചാൽ അവൻ നീതിമാനല്ലാതിരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവൻ ഒരിക്കലും തന്നെ നിങ്ങളുടേതായി നിങ്ങൾക്കൊന്നുമില്ല, അവന്റേതായിട്ടല്ലാതെ നിങ്ങളുമില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നും തരേണ്ടതില്ല, അവകാശമില്ല. പക്ഷേ അവൻ വല്ലാത്ത ഔദാര്യമുള്ള രാജാവാണ്, വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. അവൻ വരച്ച നിയമപ്രകാരം ആര് ജീവിക്കുന്നുണ്ടോ, അവൻ കൊടുത്ത നിയമം സ്വീകരിച്ച് ആര് ജീവിക്കുന്നുണ്ടോ, അവൻ വിരോധിച്ചത് ആര് കൈയൊഴിക്കുന്നുണ്ടോ, അവനെ സ്നേഹിച്ചാര് മുന്നോട്ട് നീങ്ങുന്നുണ്ടോ, അവനെ ഭയപ്പെട്ട് ആര് ക്രമീകരിക്കുന്നുണ്ടോ, അവർക്കവൻ സമ്മാനം കൊടുക്കുകയാണ്. ആ സമ്മാനം എന്ന് പറയുന്നത് ഒരു 100 വർഷത്തേക്കല്ല, 1000 വർഷത്തേക്കല്ല, 1000 കോടി വർഷത്തേക്കല്ല, കോടി 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 മരിക്കുന്നത് വരെ കോടി എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ എത്ര വർഷം വരുമോ ആ വർഷം കഴിഞ്ഞാലും തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം, ടെൻഷനില്ലാത്ത ജീവിതം, ഒരു ജലദോഷം പോലും അവിടെയില്ല, ഒരു ടെസ്റ്റ് റിപ്പോർട്ടും ഭയപ്പെടേണ്ടതില്ല, ഒരു പ്രസവ വേദനയും ചിന്തിക്കേണ്ടതില്ല, ആരും പിണങ്ങുന്നത് ഭയപ്പെടേണ്ടതില്ല, ഒരു എതിരാളിയുടെയും വിമർശനം കേൾക്കേണ്ടതില്ല, അതേ അപകടങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഒരു രോഗാണുവും കയറുന്നില്ല, ഒരു പ്രശ്നവും വരാനില്ല, സന്തോഷം മാത്രം. കുടുംബസമേതം സ്നേഹിക്കുന്നവരോടുകൂടെ, അതേ നേതാക്കളോടുകൂടെ, അനുയായികളോടുകൂടെ, ബന്ധപ്പെട്ടവരോടുകൂടെ തീരാത്ത കാലം സന്തോഷകരമായ ലോകം, ആ ജീവിതം നിങ്ങൾക്ക് അവൻ സമ്മാനം തരുന്നു. ആ സമ്മാനം വാങ്ങാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരെ? ആദരവ് വാങ്ങാൻ തയ്യാറുണ്ടോ യുവാക്കളെ? അല്ലാഹുവിന്റെ സമ്മാനം, തീരാത്ത ലോകത്തേക്ക്, അവസാനിക്കാത്ത കാലത്തേക്കുള്ള സമ്മാനം, ആ സമ്മാനമാണ് അവൻ കൊടുക്കുന്നത്. പക്ഷേ അതവൻ തയ്യാറ് ചെയ്തു വെച്ചത് ആർക്കാണ്? അതവൻ തയ്യാറ് ചെയ്ത് വെച്ചത് ആർക്കാണ്? അത് തയ്യാറ് ചെയ്ത് വെച്ചത് ഇന്ന പാർട്ടിയിലുള്ളവനെന്നല്ല, ഇന്ന സംഘടനയിലെ മെമ്പർക്കെന്നല്ല, ഇന്ന നാട്ടുകാരനെന്നല്ല, ഇന്ന ഭാഷക്കാരനെന്നല്ല, ഇന്ന കളറുള്ളവനെന്നല്ല, ആരോഗ്യമുള്ളവനെന്നല്ല, അനാരോഗ്യമുള്ളവനെന്നല്ല. ആ സ്വർഗം തയ്യാറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗം തയ്യാർ. ആർക്കാണത്? ലിൽ മുത്തഖീൻ. യജമാനനായ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവൻ കൽപ്പിച്ചതെടുത്ത് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് നേർക്ക് നേരെ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ അഥവാ ജീവിക്കുന്നവനാരോ അവനാണ് മുത്തഖീങ്ങൾക്ക് തയ്യാർ. മറ്റൊരായത്തിൽ റബ്ബ് പറയുന്നു വഇദൽ മുത്തഖൂൻ, മുത്തഖീകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം, വലിയ സമ്മാനം.
ഏറ്റവും വലിയ രാജാവിൽ നിന്ന് വാങ്ങാൻ സന്നദ്ധതയുണ്ടോ യുവാക്കളെ? എങ്കിൽ അതിനു വേണ്ടിയാകണം ഉത്ബോധനം, അതിനു വേണ്ടിയാകണം പ്രവർത്തനം, അതിനു വേണ്ടിയാകണം ചിന്തകൾ. അത് പരിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞ വിശേഷണങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാകണം. അല്ലാഹു പറയുന്നു, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവരാണ് ഉത്ബോധനം സ്വീകരിക്കുന്നവർ, ഉത്ബോധനം ഫലവത്താകുന്നവർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്നവർ. അവരുടെ ലക്ഷണങ്ങൾ അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. അവരുടെ ഒരു ലക്ഷണം അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ്, അവർ അല്ലാഹുവുമായുള്ള കരാറ് പാലിക്കുന്നവരാണ്. നിങ്ങളും ഞാനും റബ്ബുമായി കരാറുണ്ട്. ആ കരാറ് പാലിക്കണം. ആ കരാറ് അവൻ നമ്മുടെ റബ്ബാണെന്ന് നമ്മൾ നേരത്തെ ആത്മീയ ലോകത്ത് വെച്ച് സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. റബ്ബിനോട് കരാറ് പാലിച്ച് ജീവിക്കേണ്ടതുണ്ട്. പോരാ, വലാ യൻഖുദൂനൽ മീസാഖ്. ഒരു കരാറുകളും നമ്മൾ ലംഘിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നമുക്ക് തീവ്രവാദികളായിക്കൂടാ, ഭീകരവാദികളായിക്കൂടാ, നമുക്ക് വർഗീയവാദികളായിക്കൂടാ, അക്രമകാരികളായിക്കൂടാ. നമുക്ക് കരാറുണ്ട്. കരാറ് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള കരാറുണ്ട്. മറ്റുള്ള സമുദായങ്ങൾക്കിടയിലും നമ്മൾക്കിടയിലും കരാറുണ്ട്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാറില്ലേ, ചൊല്ലാറില്ലേ? ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അത് നിങ്ങൾ കള്ളം പറഞ്ഞതാണോ സ്കൂളിൽ വെച്ച്? അല്ല, സത്യം പറഞ്ഞതാണോ സ്കൂളിൽ വെച്ച്? പല മതക്കാരും ജീവിക്കുന്ന ഈ രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യം മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നതിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ തന്നെ കെട്ടിപ്പടുക്കുകയും ഉയർത്തുകയും നിലനിർത്തുകയും വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി മറ്റ് സമുദായങ്ങളും നമ്മളും തമ്മിൽ, അവരുടെയും നമ്മുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സംഘങ്ങൾ തമ്മിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്ന് ഒരു റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഈ രാജ്യത്തിലെ പൗരന്മാര് പരസ്പരം ആക്രമിക്കാതെ, വർഗീയത കാണിക്കാതെ, പരസ്പരം കൊല്ലാതെ, പരസ്പരം ആക്രമിക്കാതെ, അവരവരുടെ ആശയമനുസരിച്ച് മറ്റൊരാളുടെ വികാരം വ്രണപ്പെടുത്താതെ പരസ്പരം സഹോദരീ സഹോദരന്മാരായി ജീവിക്കുമെന്നൊരു കരാറില്ലയോ? ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിമേ, നീ ഈ രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നില്ലേ? ഈ രാജ്യത്തിന്റെ നന്മകൾ അനുഭവിക്കുന്നില്ലേ? എങ്കിൽ പിന്നെ ആ കരാറ് ലംഘിച്ചുകൊണ്ട് നമുക്ക് വർഗീയവാദിയാകാനോ, തീവ്രവാദിയാകാനോ, ഭീകരവാദിയാകാനോ ഖുർആൻ അനുമതി നൽകുന്നില്ല, പണ്ഡിതന്മാരനുമതി നൽകുന്നില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഞാൻ എന്റെ സമുദായത്തെയാണ് ഉത്ബോധിപ്പിക്കേണ്ടതെന്നതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ ഓരോ മതത്തിലെയും മതമേലാളന്മാർ, മത അധ്യക്ഷന്മാർ, മതപണ്ഡിതന്മാർ അവരവരുടെ സമുദായത്തെയും ഉപദേശിക്കാൻ ഒരുങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം എത്ര എളുപ്പത്തിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കരാറുകൾ ലംഘിക്കാൻ പാടില്ല. കരാറ് നമ്മൾക്കിടയിലൊക്കെ കരാറുണ്ട്. അതുപോലെ നിയമസഭയിൽ കയറിയാൽ ഒരു പ്രതിജ്ഞയുണ്ട്,
പാർലമെന്റിൽ കയറിയാൽ പ്രതിജ്ഞയുണ്ട്.